കേന്ദ്ര കമ്പനി കാര്യാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന SFIയുടെ പുതിയ നീക്കം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഏഷ്യാനെറ്റ് ന്യൂസാണ് വാർത്ത പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് മറ്റ് ചാനലുകൾ, മാധ്യമങ്ങൾ എല്ലാവരും ഏറ്റെടുത്തു. പിന്നീട് ഹെഡ്ലൈനായി, ചർച്ചയായി, അന്തിച്ചർച്ചയായി, അങ്ങനെ രാത്രി വെളുക്കുവോളം അത് നീണ്ടു നിൽക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം അതിന് പുറകിൽ തന്നെയാണ് മാധ്യമങ്ങൾ. പത്രമാധ്യമങ്ങളിൽ ഒന്നാം തലക്കെട്ടായി വീണ വിജയൻ പ്രതി, വീണ പ്രതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ടുകൾ വന്നുകൊണ്ടിരുന്നത്. എല്ലാ ദൃശ്യമാധ്യമങ്ങളുടെയും അതേപോലെ പത്രമാധ്യമങ്ങളുടെയും ഒന്നാം തലക്കെട്ടായി അത് മാറുകയും ചെയ്തു. മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തി. തൊട്ട് പിന്നാലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തി. അങ്ങനെ ബഹളമയം. ഇനിയിപ്പോൾ സമരം കടുപ്പിക്കും, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ 1-2 ദിവസം നീണ്ടു നിൽക്കും, ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടു നിൽക്കും എന്നർത്ഥം. അപ്പോഴും ഒരാൾ ചിരിക്കുന്നുണ്ട്. അപ്പോഴും CPIM നേതാക്കൾ സന്തോഷത്തിലാണ്. എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ ചിരിക്കുകയാണ്. പിണറായി വിജയൻ ഹാപ്പിയാണ്. CPIM നേതാക്കളും ഹാപ്പിയാണ്. എന്തുകൊണ്ട്? വളരെ നിർണായകമായ ചില നീക്കങ്ങൾ BJP ആലോചിച്ചിരുന്നു എന്നർത്ഥം. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത്. KV തോമസിന്റെ സാന്നിധ്യത്തിൽ കേരള ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി, കേരളത്തിന് കേന്ദ്രം നൽകാനുള്ള, ധനകാര്യ മന്ത്രാലയം നൽകാനുള്ള തുകകൾ അത് ലഭിക്കുന്നതിന് വേണ്ടി ഒക്കെ ഒരു കൂടിക്കാഴ്ചയാണ് നടത്തിയത് കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി മാത്രമല്ല ചർച്ച നടത്തിയത്, അതിനു മുമ്പ് ക്യാബിനറ്റ് റാങ്കിലുള്ള പല മന്ത്രിമാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്താറുണ്ട്. പക്ഷെ നിർമ്മല സീതാരാമനെ കണ്ടത് വലിയ ചർച്ചയാക്കി മാറ്റി കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ പ്രതിപക്ഷം. എന്താണ് പറഞ്ഞത്? SFIO അന്വേഷണം നടക്കുന്നു മകൾക്കെതിരെ, അത് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൂടിക്കാഴ്ച. അല്ലെങ്കിൽ എന്തിന് കണ്ടു എന്ന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയാത്തത്? എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി പറയാത്തത്? മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായി ഒത്തുതീർപ്പ് ചർച്ച നടന്നു. അത് CPIM-ഉം BJP-യും തമ്മിലുള്ള ഒത്തുതീർപ്പ് ചർച്ചയാണ്. CPIM-ഉം BJP-യും തമ്മിൽ കേരളത്തിൽ ഒരു ബാന്ധവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് സീറ്റ് നൽകാനാണ് CPIM ശ്രമിക്കുന്നത്. CPM-ഉം BJP-യും രഹസ്യ ധാരണയിലെത്തിയിരിക്കുന്നു. ഇതാണ് കേരളത്തിൽ ഉയർന്നു വന്ന ചർച്ച. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അങ്ങനെ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് SFIOയുടെ കുറ്റപത്രം പുറത്തു വരുന്നത്. അതിൽ വീണ തൈക്കണ്ടി പ്രതിയാണ്. വീണ തൈക്കണ്ടി പ്രതിയായതോടുകൂടി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നടത്തിയ ചർച്ച, ആ ചർച്ച എന്തിനു വേണ്ടി എന്ന് പ്രതിപക്ഷവും കേരളത്തിലെ മാധ്യമങ്ങളും ഉയർത്തിക്കൊണ്ടുവന്ന വലിയ ആരോപണങ്ങൾ അതെല്ലാം കാറ്റുപോയ ബലൂൺ പോലെയായി. എങ്ങാനും ഈ കുറ്റപത്രത്തിൽ വീണ വിജയന്റെ, വീണ തൈക്കണ്ടിലിന്റെ പേരില്ലായിരുന്നുവെങ്കിൽ CPIM-ന് കേരളത്തിൽ രാഷ്ട്രീയമായി അതൊരു വലിയ തിരിച്ചടിയായേനെ, മറുപടി പറഞ്ഞ് കുഴയേണ്ടി വന്നേനെ. പക്ഷേ വീണ വിജയന്റെ പേര്, വീണ തൈക്കണ്ടിലിന്റെ പേര് കുറ്റപത്രത്തിൽ വന്നു. രക്ഷപ്പെട്ടത് കേരളത്തിലെ CPM-ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിവരം ഇപ്പോൾ പുറത്തുവിട്ടത്? CPM-നെ കുരുക്കാനാണ്, മുഖ്യമന്ത്രിയെ കുരുക്കാനാണ്, മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിൽ നിർത്താനാണ്. മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിൽ നിർത്തിയാൽ CPIM പ്രതിരോധത്തിലാകും എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്കറിയാം, പ്രതിപക്ഷത്തിനറിയാം, BJP-ക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നത്. അതല്ലെങ്കിൽ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കേണ്ടത്. ഇതുവരെയും കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ അത് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് ലഭിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മേധാവി മുതലാളി ആരാണ്? BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനും BJPയുടെ കേന്ദ്ര നേതൃത്വവും ഏഷ്യാനെറ്റ് ന്യൂസും തമ്മിൽ നടത്തിയ ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വന്നത് എന്നത് പകൽ പോലെ സത്യമാണ്, എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് കൊണ്ടുവന്നത്? CPM-നെ കുറുക്കാനാണ്. പക്ഷേ CPM-ന് അത് വലിയ ആശ്വാസമായി, CPIM നേതാക്കൾക്ക് അത് വലിയ ആശ്വാസമായി, പിണറായി വിജയനും അത് വലിയ ആശ്വാസമായി. ജീവിതകാലത്തിലുടനീളം BJP-ക്കെതിരെ പ്രതിരോധമുയർത്തുന്നതിൽ
മുൻപന്തിയിൽ നിന്ന് പോരാടിയ നേതാവാണ് പിണറായി വിജയൻ. തലശ്ശേരി കലാപം മുതൽ അടിയന്തരാവസ്ഥ കാലം മുതൽ നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അതിൽ നിന്ന് അണ്ണുകിട്ട പോലും പിറകോട്ട് പോയില്ല പിണറായി വിജയൻ. ആ പിണറായി വിജയനെ മകൾക്ക് വേണ്ടി BJPയുമായി ഒത്തുതീർപ്പുണ്ടാക്കിയ നേതാവായി ചിത്രീകരിച്ച് അദ്ദേഹത്തെ രാഷ്ട്രീയമായി തേജോവധം ചെയ്യാനാണ് ഇവിടെ ഒരു കൂട്ടം മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ശ്രമിച്ചത്. അതിൽ നിന്ന് ആശ്വാസത്തോടെ നെടുവീർപ്പിടുകയാണ് ഇപ്പോൾ പിണറായി വിജയനും CPIM നേതാക്കളും. ഇനിയിപ്പോൾ കേസ് കോടതിയിൽ വരും, കോടതി വിചാരണ നടക്കട്ടെ. ഇനിയിപ്പോൾ കേസ് ട്രിബ്യൂണലിലേക്ക് വരും, ട്രിബ്യൂണലിൽ ഇത് വിചാരണ നടക്കും. ട്രിബ്യൂണൽ കുറ്റക്കാരിയാണ് എന്ന് വീണ തൈക്കണ്ടിയിലെ കണ്ടെത്തിയാൽ തന്നെ അതിന് മുകൾ കോടതിയുണ്ട്. കോടതിയിൽ വിചാരണ നടക്കട്ടെ, മുന്നോട്ട് പോകട്ടെ, അന്തിമ തീരുമാനം കോടതി എടുക്കട്ടെ. ഇനിയിപ്പോൾ കോടതി വെറുതെ വിട്ടാലോ? കോടതിയാണ് വെറുതെ വിട്ടത് എന്ന് പറയാം CPIMന്, പിണറായി വിജയന്. അത് വലിയ ആശ്വാസമാണ്. അതല്ലാതെ കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ വീണ തൈക്കണ്ടിലിനെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നുവെങ്കിൽ അത് വലിയ തിരിച്ചടിയായി, രാഷ്ട്രീയമായ തിരിച്ചടിയായി മാറുമായിരുന്നു. പിണറായി വിജയന്, CPIMന് മറുപടി പറഞ്ഞ് കുഴങ്ങുമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ CPIM BJP ധാരണയുണ്ട്. മുഖ്യമന്ത്രി, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടത് മകൾക്ക് വേണ്ടിയാണ് എന്നുവരെ കേരളത്തിൽ വാർത്ത വന്നേനെ. ഇപ്പോഴും അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ വ്യാഖ്യാനമാണ്. അതെന്താണ്? ഈ കേസിൽ പ്രതിയാക്കിയത് ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടാണ്. കേസിൽ പ്രതിയാക്കി BJP ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ BJPയുമായി ഒരു ഒത്തുതീർപ്പിന് CPIM പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ കേസിൽ ശക്തമായ നിലപാട് സ്വീകരിക്കും കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് വഴങ്ങിക്കോളൂ. ഇതാണ് ഇപ്പോഴത്തെ പുതിയ വ്യാഖ്യാനം. അതിനു വേണ്ടിയിട്ടാണ് കേസിൽ പ്രതിയാക്കിയത്. നേരത്തെ പ്രതിയാക്കാതിരിക്കാൻ നിർമ്മല സീതാരാമനെ കണ്ടു. പ്രതിയായപ്പോൾ അത് സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും അമ്മയെ തച്ചാലും രണ്ടുണ്ട് ന്യായം എന്ന് പറയുന്നത് പോലെയാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്ഥിതി. ഇപ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏത് രീതിയിലാണോ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കൊണ്ടുവന്നത് അതേ രീതിയിൽ വലിയ സംഭവമാക്കി മാറ്റാനാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അത് എത്രമാത്രം വിജയിക്കുമെന്ന് കണ്ടറിയണം. കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കാറ്റുപോയ ബലൂൺ പോലെയായി പിന്നീട് അതിനേക്കാളും വേഗത്തിൽ ഈ കേസും ഇല്ലാതാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല.